1991 വർഷം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഷാർജയിൽ നടക്കുന്നു. ഈ സമയത്ത് മാത്രമല്ല, ഏത് കളി നടന്നാലും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്നത് ട്രെൻഡിങ് ആയിരിക്കും. അങ്ങനെ 30 വർഷങ്ങൾക്ക് മുൻപും ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാവരും TV, റേഡിയോ ഇതിലൂടെ ആ മാച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. അതും ഇതൊരു ഫൈനൽ മാച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഇടയിലായാലും പാകിസ്ഥാൻ്റെ ഇടയിലായാലും അത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാവരുടെ കണ്ണുകളും ഈ ഒരു കളിയിലായിരുന്നു. ഇതിൽ പാകിസ്ഥാനായിരുന്നു ഫസ്റ്റ് മാച്ച്. 262 റൺസ് എടുത്തു. ഇതിനുശേഷം ഇന്ത്യ കളത്തിലേക്ക് ഇറങ്ങി. ആദ്യത്തെ 47 റൺസിൽ തന്നെ 4 വിക്കറ്റായി. സച്ചിനും LBWയിൽ ഔട്ടായി. ഇന്ത്യയിലുള്ള പകുതിയിൽ കൂടുതൽ ആളുകളും തീർന്നു. ഇതിനുശേഷം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ TV, റേഡിയോ എല്ലാം ഓഫ് ചെയ്യാൻ തുടങ്ങി. കളി കാണുന്നത് തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ ഈ സമയത്ത് മുംബൈയിലുള്ള സപ്ന എന്ന പെൺകുട്ടി തുടർന്നും ഈ ഒരു മാച്ച് TV-യിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു മാച്ചൊക്കെ നടക്കുന്ന ഇത്ര വലിയ കാര്യമാണോ? അതിനെക്കുറിച്ചൊക്കെ ഇത്ര ബിൽഡപ്പ് വേണോ എന്നൊരു പക്ഷെ ചോദിക്കാം. പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, സപ്ന ഈ മാച്ചിൽ കളിക്കുന്ന പാകിസ്ഥാൻ പ്ലെയേഴ്സിനെയോ ഇന്ത്യൻ പ്ലെയേഴ്സിനെയോ അല്ല നോക്കിയത്. അവൾ നോക്കിയതെല്ലാം ആ സ്റ്റേഡിയത്തിലുള്ള VIP ഏരിയയിലുള്ള ഒരേ ഒരാളെയായിരുന്നു. ആ സ്റ്റേഡിയത്തിലുള്ള ക്യാമറാമാൻ പോലും അയാൾ ഇടയ്ക്കിടയ്ക്ക് TV-യിൽ കാണിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അയാളുടെ മുഖം ഇന്റർനാഷണൽ മീഡിയയിൽ കാണിക്കുന്ന രീതിയിൽ അയാൾ വലിയ ബിസിനസ്മാൻ ആണോ, സെലിബ്രിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. അയാൾ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിരുന്നു. 1993 നടന്ന ബോംബ് ബ്ലാസ്റ്റിന്റെ മാസ്റ്റർ മൈൻഡ് തന്നെ അയാൾ തന്നെയായിരുന്നു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, പണം തട്ടിപ്പ്, ഡ്രഗ്, ടെററിസം, ഇങ്ങനെ ബോളിവുഡ് സിനിമയെ പോലും ഒരു കാലത്ത് കൺട്രോളിൽ വെച്ച ഒരാളായിരുന്നു. ഇയാളെ ഇന്ത്യ മാത്രമല്ല തിരഞ്ഞത്, US-ഉം തിരയുന്നുണ്ടായിരുന്നു. ഇവന്റെ തലയ്ക്ക് 2003 തന്നെ $25 മില്യൺ ആയിരുന്നു US അറിയിച്ചത്. എന്നാൽ ഇന്ന് വരെ അവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം വലിയൊരു മനുഷ്യൻ. ഇന്ത്യൻ ഗവൺമെന്റിന് പോലും പിടിക്കാൻ കഴിയാത്ത അത്ര വലിയ മനുഷ്യനെ മുംബൈ തെരുവിൽ ജീവിക്കുന്ന വളരെ സാധാരണ ഒരു സ്ത്രീ കൊല്ലണം എന്ന് ചിന്തിച്ചു. അവളുടെ പേരാണ് അഷ്റഫ്. അവനെ കൊല്ലാൻ വേണ്ടി തൻ്റെ പേര് തന്നെ അവൾ മാറ്റി സപ്ന എന്നാക്കി. അവളുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്.